ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയെ അളക്കുന്നത്ര അതേ അളവുകോലുകൊണ്ടും മറ്റ് RSS BJP-കാരെയും അളക്കുന്ന ആ ഒരു അളവുകോലുകൊണ്ടും തുലാസുകൊണ്ടും യോഗിയെ അളക്കാൻ നിന്ന ആളുകൾക്ക് തെറ്റിപ്പോയി. മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജില് കോടിക്കണക്കിന് ഭക്തർ വരുന്നതും അതിനനുസരിച്ചു വരുമാനം പണം കുന്നുകൂടുന്നതും മുസ്ലിം തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അരോചകമാണ്, അവർക്ക് അസഹിഷ്ണുതയാണ്. കാരണം ഈ ബിസിനസ്സിനകത്ത് പങ്കാളികളാകാൻ അവർക്ക് കഴിഞ്ഞില്ല. യോഗിയോട് പല രൂപത്തിലും പല തരത്തിലും പല സ്ലാങ്ങിലും അപേക്ഷയുടെ സ്വരത്തിലും ആജ്ഞയുടെ സ്വരത്തിലും ഒക്കെ കിടപിടിച്ചു നോക്കി. പക്ഷേ യോഗി കണ്ടതായിട്ട് പോലും നടിച്ചില്ല. കാരണം യോഗിക്ക് യോഗിയുടെ ആത്മവിശ്വാസത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. യോഗിയുടെ കഴിവിലും ഭക്തരുടെ പണത്തിലും ഭക്തിയിലും ഇതിലൊക്കെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അതിൽ അടിയുറച്ചു നിൽക്കുകയാണ് ചെയ്തത്. തന്നെയുമല്ല, ആ രാജ്യത്തിന്റെ ഒരു ഭരണ രീതിയുണ്ട്, ഭരണഘടനയുണ്ട്. അതുക്കും മേലെ ഒരാറാം നൂറ്റാണ്ടിന്റെ ചക്രത്തെയും തിരിയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥ് മല പോലെ ഉറച്ചു നിന്നപ്പോൾ ഇവർ ഒന്ന് പതുങ്ങി. കാരണം ഇവര് വിചാരിക്കുന്നതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ പ്രയാഗ്രാജിൽ നിങ്ങൾ മഹാകുംഭമേള നടത്തുന്ന ഭൂമിയുണ്ടല്ലോ, അത് വഖഫിന്റേതാണ് എന്ന് പറഞ്ഞപ്പോഴും യോഗി അല്ല എന്നല്ല പറഞ്ഞത്, തെളിവ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയാ മതി. യോഗിയോട് വന്നിട്ടൊരു കത്തെഴുതി കുംഭമേള മര്യാദയ്ക്ക് നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ ഉടനെ നിർത്താൻ യോഗി എന്താ നിങ്ങളുടെയൊക്കെ സെർവന്റ് ആണെന്ന് വിചാരിച്ചോ? ആ കത്ത് തുറക്കാൻ പോലും യോഗി തയ്യാറായിട്ടില്ല. കാരണം ഇത് മതേതര രാജ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള അതേ സ്വാതന്ത്ര്യം, അതേ മതം, മതപ്രചാരണം, മതവിശ്വാസം, മതമാറ്റം ഇതെല്ലാം യോഗിക്കും ബാധകമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കലാപം നടത്തും. ശരി, കലാപവുമായിട്ട് നിങ്ങൾ വരൂ, ഞാൻ കാരാഗ്രഹവുമായി കാത്തിരിക്കാം. എന്റെ കയ്യിലുള്ള ആയുധം, പോലീസുകാരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആയുധം, നിയമം അനുശാസിക്കുന്ന രൂപത്തിലുള്ള ആയുധം വെറുതെ വച്ച് പൂജിക്കാനുള്ളതല്ല. അതെടുത്ത് നിങ്ങളെ പോലെയുള്ള രാജ്യവിരുദ്ധർക്കെതിരെ പ്രയോഗിക്കാൻ യോഗിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല. എന്തെല്ലാം ചെയ്യാൻ നോക്കിയോ അതെല്ലാം ഏറ്റവും ഒടുവിൽ അമ്പെ പരാജയപ്പെട്ട് മൃതി അടങ്ങുന്ന രീതിയാണ് പിന്നീട് കണ്ടത്. അതുകൊണ്ട് ഇവർ വല്ലാതെ വെകിളി പിടിച്ചു. ഇനി എന്തു പറഞ്ഞാലാണ് യോഗിയെ ഒന്ന് ഒതുക്കാൻ പറ്റുക? ഒടുവിൽ പറഞ്ഞു, അവിടെ ഞങ്ങൾ കലാപം നടത്തും. ശരി, കലാപകാരികൾ ഇരുമ്പ് നിക്കറിട്ട് ടൈറ്റാക്കണം, ഒന്നാമത്തെ നിർദ്ദേശം. 2, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടു വരണം, തിരിച്ചു വരില്ല എന്ന്. ഞാൻ പോകുന്നത് യോഗിക്കെതിരെ യുദ്ധം ചെയ്യാനാണ്, അതുകൊണ്ട് ഞാൻ മടങ്ങി വരില്ല എന്ന് പറഞ്ഞിട്ടേ വീട്ടിൽ നിന്നും ഇറങ്ങാവൂ. കാരണം യോഗിയോട് യുദ്ധം ചെയ്യുന്നവർ രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അവർ പിന്നീട് മടങ്ങിപ്പോയ ചരിത്രമില്ല എന്ന് യോഗി ഓർമ്മിപ്പിച്ചു. കുംഭമേള നിർത്തലാക്കുമെന്നും കലാപമുണ്ടാകുമെന്നും യോഗിയുടെ തലയെടുക്കുമെന്നും ഒരുപാട് ഭക്തജനങ്ങൾ ചുമപ്പിൽ കുളിച്ച് വെള്ളയിൽ പൊതിഞ്ഞ് ഇവിടെ നിരത്തിക്കിടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതിലൊരാൾ ഈ കലാപത്തിന് കോപ്പുകൂട്ടുന്ന ആളുകളായിരിക്കും. അതാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ശരി, അതൊക്കെ നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്ന ഒരു സാഹചര്യമാണ് യോഗി ക്രിയേറ്റ് ചെയ്യുന്നത്. ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ ഒരൊറ്റ മുസ്ലിം തീവ്രവാദികൾ പോലും പ്രയാഗ്രാജിലേക്ക് നുഴഞ്ഞു കയറാതിരിക്കാൻ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് യോഗിയുടെ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ നാനാ കോണുകളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ജനങ്ങൾ പ്രയാഗ്രാജിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നിർഭയത്വം ഒരുക്കാനുള്ള ബാധ്യത യോഗിക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമാണെന്നാണ് മഹാകുംഭമേള അറിയപ്പെടുന്നത്. ഇത്തവണ UP പോലീസ് മഹാകുംഭമേളയ്ക്കായിട്ട് വലിയ രൂപത്തിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇതിനായി മേളയുടെ വിശാലമായ പ്രദേശത്ത് വ്യോമ നിരീക്ഷണവും
ജനക്കൂട്ട നിയന്ത്രണവും ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി 11 ടെതേർഡ് ഡ്രോണുകളും അതുപോലെ ആന്റി ഡ്രോൺ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ടെതർ ചെയ്ത ഡ്രോണുകൾ കേബിളുകൾ വഴി ഗ്രൗണ്ട് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ തുടർച്ചയായി വൈദ്യുതി വിതരണം നടത്തുന്നുണ്ട്. ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പ്രശ്നം അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് 24 മണിക്കൂറും തുടർച്ചയായി നിരീക്ഷിക്കാൻ സാധിക്കും. ഈ ഡ്രോണുകൾക്ക് 120 മീറ്റർ ഉയരം വരെ പറക്കാനും 3 കിലോമീറ്റർ ചുറ്റളവിൽ പറക്കാനും കഴിയും. ഏറ്റവും പുതിയ തെർമൽ IR ക്യാമറകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഡ്രോണുകളാണിത്. UP പോലീസിന്റെ സുരക്ഷാ വിഭാഗം 4 ഈ ടെതർഡ് ഡ്രോണുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ ചലനം നിരീക്ഷിക്കുന്നതിന് വേണ്ടി ട്രാഫിക് ഡയറക്ടറേറ്റ് 4 ഡ്രോണുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ATS 3 ഡ്രോണുകളാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഭീഷണികളോ ഉണ്ടായാൽ അവരുടെ ലക്ഷ്യം തകരുമെന്ന് മാത്രമല്ല, അവരുടെ പൊടി പോലും കിട്ടാത്ത രൂപത്തിൽ തൂക്കിയെടുക്കാനുള്ള സംവിധാനമാണ് ATS ഒരുക്കിയിരിക്കുന്നത്. മഹാകുംഭമേളയുടെ 3-ാം ദിവസം UP പോലീസ് ഇതുവരെ 3 ഡ്രോണുകൾ വെടിവെച്ച് താഴെയിട്ടു. 13-ാം തീയതി ആരംഭിച്ചതാണ്. ഇന്നേക്ക് ഏതാണ്ട് 5-6 ദിവസം പിന്നിട്ടു. ആദ്യത്തെ 3 ദിവസങ്ങളിലാണ് 9 ഡ്രോണുകൾ വെടിവെച്ച് താഴെയിട്ടത്. ഇതിലെ 6 ഡ്രോണുകൾ മകരസംക്രാന്തി ദിനത്തിൽ തന്നെ പിടിച്ചു. ഈ ഡ്രോണുകളിൽ 1 റെഡ് സോണിൽ പറക്കാൻ ശ്രമിക്കുകയായിരുന്നു. UP പോലീസ്, സുരക്ഷാ പോലീസ് മേധാവിയും ചേർന്ന് IPS ഓഫീസറും ഒക്കെയായിട്ടുള്ള രഘുവീർ ലാലാണ് ഈ സംവിധാനം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാകുംഭമേളയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് ഏതാണ്ട് 13-ാം തീയതി മുതൽ തന്നെ 40,000-ഓളം പോലീസ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, ഈ 13-ാം തീയതി മുതൽ ഭക്തരുടെ എണ്ണം കണക്കാക്കുന്നതിന് വേണ്ടി ഇതുവരെ ഒരുപാട് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലിപ്തപ്പെടുത്താൻ സാധിക്കാത്ത വിധം ജനസമുദ്രമാണ് അവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. 7 നിർണായകമായ വഴികളിലായിട്ട് 102 ചെക്ക് പോസ്റ്റുകളാണുള്ളത്. ഒരു വൃത്താകൃതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് പോലീസ് സ്ഥാപിച്ചിരിക്കുന്നത്. 40,000 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, സൈബർ ക്രൈം വിദഗ്ധർ വേറെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI ഉപയോഗിച്ച് നിരീക്ഷണ ശൃംഖല തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം NSC കമാൻഡോസ് ഇവരൊക്കെ സജ്ജമാണ്. അണ്ടർ വാട്ടർ ഡ്രോണുകൾ, AI ക്യാമറകൾ ഇവയൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. കാരണം ഭക്തർക്ക് ഒരു വിധത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഏതെങ്കിലും രൂപത്തിലുള്ള മതരോഗി ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സേഫ് ആയിരിക്കാൻ ഇസ്രായേലിൽ പോലെയുള്ള അണ്ടർ സംവിധാനങ്ങൾ, ടണൽ സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെ എല്ലാ രൂപത്തിലും ജനങ്ങളെ ഭയചകിതരാക്കാതെ അവർ കൃത്യമായ രൂപത്തിൽ ആരാധനകളോ അനുഷ്ഠാനങ്ങളോ ഒക്കെയായി മുന്നോട്ട് കൊണ്ടുപോകണം. അവർ നിർഭയരായിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും മതരോഗിയോ ഒരു ഞരമ്പ് രോഗിയോ ചാടി വീണാൽ നമുക്ക് ജീവൻ എന്തെങ്കിലും അപായമുണ്ടാകുമെന്ന് കരുതി അവരെ ഒരിക്കലും ഈ മഹാകുംഭമേളയിൽ നിന്ന് തടയാൻ ഇവർക്ക് സാധിക്കരുത്, മതഭീകരർക്ക് സാധിക്കരുത്. എല്ലാ രൂപത്തിലും ജനങ്ങൾക്ക് ശക്തി ആർജിച്ച ആത്മവിശ്വാസം പകർന്നു നൽകി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയാണ് മഹാകുംഭമേളയെ യോഗി ആദിത്യനാഥ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നന്ദി.